ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കാസർഗോഡ് MDMA കേസിൽ വിവരശേഖരണത്തിന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ വിദേശത്ത് നിന്ന് ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി പ്രതികളുടെ വിദേശയാത്രകൾ NCB നിരീക്ഷിച്ചു വരികയാണ്. കേസിലെ പ്രതി അബ്ദുൽ സലാം തായ്ലൻഡിലേക്ക് ഉൾപ്പെടെ നടത്തിയ യാത്രകൾ പരിശോധിക്കും. ലഹരിക്കടത്തിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ട് എന്നാണ് സൂചന. എറണാകുളത്തേക്ക് MDMA എത്തിച്ചു നൽകിയത് ഇതര സംസ്ഥാനക്കാരിയായ യുവതിയാണെന്നും ഊബർ കാറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലഹരിക്കടത്ത് നടത്തിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. SS ശരൺ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശരൺ, അപ്പോൾ ഈ MDMA ഇന്ത്യയിലാണെങ്കിൽ അത് ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും ഈ സംഘത്തിന് അവിടെ ബന്ധങ്ങളുണ്ട്, അവിടെ നിന്ന് ലഹരി എത്തിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഇവർക്ക് ചില ഗുണ്ടാ ബന്ധങ്ങളുണ്ട്. അതിൽ അനസ് പെരുമ്പാവൂർ എന്ന ഗുണ്ട ഉൾപ്പെടുന്നുണ്ട്. ഇയാൾ വിദേശത്തിരുന്നു കൊണ്ട് പല ലഹരി ഇടപാടുകളും ഏകോപിപ്പിച്ചതിന്റെ വാർത്തകൾ ഇതിനു മുൻപ് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ അനസ് പെരുമ്പാവൂരിന്റെ ഗുണ്ടാ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ് അബ്ദുൽ സലാം. ഇപ്പോൾ ഇതാ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഈ ഒരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് വരികയാണ്. അപ്പോൾ ഈ പറഞ്ഞ വിദേശ ബന്ധങ്ങൾ, ഗുണ്ടാ ബന്ധങ്ങൾ, എവിടെ നിന്നൊക്കെ ഏതൊക്കെ രാജ്യങ്ങളുമായി ഇവർക്ക് ബന്ധം, ഇവർ സഞ്ചരിച്ചുള്ള പലതവണ ഇവർ മലേഷ്യയിലേക്കും തായ്ലൻഡിലേക്കും ഒക്കെ ഈ അബ്ദുൽ സലാമും ഈ പറയുന്ന വ്യക്തികളെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു, ആരെ കാണാനായിരുന്നു, എന്തായിരുന്നു ഉദ്ദേശം? അത്തരത്തിലുള്ള വിശദമായൊരു അന്വേഷണം NCBയുടെ ഭാഗത്തു നിന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമോ ശരൺ? ശിഖാസ്, അത് NCBയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതൊരു വലിയ റാക്കറ്റാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേക്ക് നയിക്കുന്ന, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ 7 ജില്ലകളിലായിട്ട് ഇവർക്ക് ഇടനിലക്കാരുണ്ടെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ ബംഗളൂരുവിൽ നിന്ന് 4 തവണയാണ് നേരത്തെ കേരളത്തിലേക്ക് ഈ ലഹരി എത്തിച്ച് മൊത്ത വിൽപ്പന നടത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയൊരു റാക്കറ്റ് അല്ലാത്തൊരു റാക്കറ്റിന് എങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഇതിന്റെ പോലീസ് അന്വേഷണം നമുക്കറിയാം. പോലീസിന്റെ തുടക്കത്തിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെ ഈ റാക്കറ്റിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നതാണ്. പക്ഷേ അവർ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അന്വേഷണം വേഗത്തിലാക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ NCBയുടെ എൻട്രി എന്നുള്ളതാണ്. നമുക്കറിയാം NCB എന്നുള്ളത് കേന്ദ്ര ഏജൻസിയാണ്. കേന്ദ്ര ഏജൻസിയുടെ റഡാറിലേക്ക് ഈ കാര്യങ്ങൾ വരികയാണെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ള കാര്യം കൂടിയാണ്. ഇതിൽ NCBയെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ ദിവസം കൊച്ചി ഓഫീസിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അങ്ങനെ കൂടിയാലോചനകൾ നടത്തിയതിന് പിന്നാലെയാണ് വിവരശേഖരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് വൈകാതെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന കാസർഗോഡ് പോലീസ് അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടുമെന്നുള്ളതാണ് NCB പറയുന്നത്. അങ്ങനെ വിവരങ്ങൾ തേടിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. നമുക്കറിയാം, നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ കാസർഗോഡ് പോലീസ്, കേരള പോലീസ് NCBയുടെ അന്വേഷണത്തോട് അല്ലെങ്കിൽ അവരുടെ പരിശോധനകളിലേക്ക് സഹകരിക്കാതെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റ് മാർഗങ്ങളിലൂടെ വിവരശേഖരണത്തിലേക്ക് കടക്കാനും അവർ ഉദ്ദേശിക്കുന്നുണ്ടാകാം. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട കാര്യം NCBയെ സംബന്ധിച്ച് ഈ സംഘത്തിന്റെ, ഈ റാക്കറ്റിന്റെ രാജ്യാന്തര ബന്ധത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. കാരണം ഇതിനകം തന്നെ ഈ പ്രതികളുടെ വിദേശയാത്ര അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയായ അബ്ദുൽ സലാം പല തവണയാണ് മലേഷ്യ, തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തിയിരിക്കുന്നത്. ആ എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്നുള്ളതാണ് NCBക്ക് വ്യക്തത വരുത്താനുള്ളത്. ഇതിൽ നമ്മൾ തന്നെ ഇന്നലെ പുറത്തുവിട്ട ചില വിവരങ്ങളുണ്ട്. അതായത് ഈ അബ്ദുൽ സലാം എന്ന് പറയുന്ന വ്യക്തി നേരത്തെ പെരുമ്പാവൂർ അനസ്, അതായത് ഈ ഗുണ്ടാ നേതാവായ, കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ അനസ് പെരുമ്പാവൂരിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പോൾ അനസ് പെരുമ്പാവൂർ വിദേശത്തിരുന്ന് ഈ ലഹരി ഇടപാടുകൾ നിയന്ത്രിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നത്. അപ്പോൾ അബ്ദുൽ സലാം ഇത്തരത്തിൽ വിദേശയാത്ര നടത്തിയത് ഈ ലഹരി ഇടപാടുകളുടെ ഭാഗമായിട്ടാണോ എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ കൃത്യമായി നിർവഹിക്കട്ടെ. അന്വേഷണം അതിന്റെ എല്ലാ പോയിന്റുകളിലേക്കും കൃത്യമായി തന്നെ എത്തട്ടെ. പിടിക്കപ്പെടേണ്ടവരെല്ലാം ഈ ഒരു കേസിൽ കുടുങ്ങട്ടെ.